കൂട്ടുകാരെ, ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാരങ്ങയും ഈത്തപ്പഴവും കൊണ്ടുള്ളൊരു അച്ചാറാണ്. അതിന് വേണ്ട സാധനങ്ങൾ: നാരങ്ങ ഒരു 3 കിലോ വൃത്തിയായി പുഴുങ്ങി പീസാക്കിയത്. പിന്നീട് വേണ്ടത് ഈത്തപ്പഴം നന്നായി കഴുകി വേവിച്ച് ഉടച്ച് വയ്ക്കുക. ഒന്ന് പുഴുങ്ങിയിട്ട് ഒന്ന് ഉടച്ച് വെച്ചാൽ മതി. ആവശ്യമുള്ളത് സാദാ മുളക് പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത്, ഉപ്പ്, കറിവേപ്പില, നല്ലെണ്ണ, വിനാഗിരി, ഇഞ്ചി ഒരു കപ്പ് ഇഞ്ചി നീളത്തിലരിഞ്ഞത്, കാന്താരി മുളക് 1 കപ്പ്, 1 കപ്പ് വെളുത്തുള്ളി, 1 കപ്പ് പച്ചമുളക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിതെങ്ങനെ പാചകം ചെയ്യാൻ നോക്കാം. ഫ്ലെയിം ഓണാക്കി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു കടായി വയ്ക്കുക. ഉലുവയും കടുകും പറയാൻ മറന്നുപോയതാണ്. കുറച്ച് ഉലുവ വേണം, കുറച്ച് കടുക് വേണം. അങ്ങനെ നമ്മുടെ പാന് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്ന പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ ഉലുവ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കടുക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി നമ്മുടെ കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, 1 കപ്പ് വെള്ളക്കാന്താരി. അച്ചാറിൻ്റെ ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റല്ലേ. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് കുഴപ്പമില്ല. ഇനി നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള മസാലകൾ ചേർക്കുക. മുളക് പൊടി, സാദാ മുളക് പൊടി 1 കപ്പ്, കാശ്മീരി ചില്ലി 1 കപ്പ്, മുളക് പൊടി 1 ടീസ്പൂണ്, ഉലുവ കടുക് വറുത്തത് 2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമുക്ക് കപ്പിന് ഒരു 2 കപ്പ് 2 3 4 കപ്പ് തിളപ്പിച്ച വെള്ളം. എന്നിട്ട് നന്നായി ആവശ്യത്തിന് ഉപ്പ്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ആ തിളച്ച ചാറിലേക്ക് നമ്മുടെ നാരങ്ങ കുടഞ്ഞിടാൻ പോവുകയാണ്. മേത്തേക്കൊക്കെ തെറുക്കാതെ നോക്കണം. നാരങ്ങ ഇട്ട് കഴിഞ്ഞു. ഇനി ഇടാൻ പോകുന്നത് ഈത്തപ്പഴം. ഇനി നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. ഇനി നമ്മുടെ ഈന്തപ്പഴം ചെറുനാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുള്ളവർ
ഈ നമ്പറുമായിട്ട് ഇതിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ അച്ചാറാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും